കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ട ബഷീറിന്റെ വീട്ടിലെത്തി മന്ത്രി ഷിബു ബേബി ജോൺ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സമാശ്വാസ ധനസഹായമായി അനുവദിച്ച 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം കഴിഞ്ഞ ദിവസം കുടുംബത്തിന് കൈമാറിയിരുന്നു. ബാക്കി തുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കാലതാമസം കൂടാതെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. കുടുംബത്തിന് സർക്കാരിന്റെ തുടർ പിന്തുണ ഉണ്ടാകും. വന്യമൃഗങ്ങളുടെ ആക്രമണം ചെറുക്കാൻ വിപുലമായ പദ്ധതി തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണം തടയാൻ മേഖലയിലെ രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കിയെന്നും അദ്ദേഹം അറിയിച്ചു. അത് കേവലം വനത്തിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന യാദൃച്ഛിക സംഭവമല്ല. നിരന്തരമായി അതിൻ്റെ ഒരു സഞ്ചാരപാത രൂപപ്പെട്ട് ഈ മേഖലയിൽ നാച്ചുറലൈസ് ചെയ്തിരിക്കുകയാണ്. ആ നിലയിൽ ഇത് വ്യാപിച്ചിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. കേരളത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാം കഴിഞ്ഞ ആഴ്ച വിളിച്ച് അതിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഒരു പ്രക്രിയ ആദ്യമായിട്ടാണ് വനാതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ച് ചർച്ച ചെയ്തു. ഇനി കേരളത്തിൻ്റെ എല്ലാ വനാതിർത്തി